Hi students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആൻസർ മാത്രം ജസ്റ്റ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും, അതൊന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. എന്താണ് പവർ ഫാക്ടർ എല്ലാ സർക്യൂട്ടിലാണ്. അതിപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? എന്താണത്? ഇംപീഡൻസ് ട്രയാങ്കിൾ വരച്ചു. ഇംപീഡൻസ് ട്രയാങ്കിൾ R Z XL minus XC ഉണ്ടാവില്ല, XL മാത്രം. From that cos phi power factor is equal to 1/2 which is equal to R by Z. From that നമുക്ക് എന്ത് കിട്ടി? Z is equal to Z ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? Z is equal to 2R. From that Z is equal to root of R square plus XL minus XC വേണ്ട, XL മാത്രം മതി, XL square. Then XL is equal to omega L which is equal to 2R the whole square minus R square which is equal to root 3R. From L ആണ് question. Inductance L is equal to root 3 200 divided by 100 pi which is equal to 2 root 3 divided by pi Henry. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ? Okay, and the next question. Here in a circuit consisting of an inductance resistance joined to 200 volt supply. Here the VRMS is a VRMS is equal to 200 volt and the draws current IRMS is equal to 10 ampere. The power used in the circuit is 1500 watt is equal to average power average IRMS VRMS cos phi and calculate wattless current. Wattless current ആണ് കണ്ടുപിടിക്കേണ്ടത്. Wattless currentന്റെ ഇക്വേഷൻ എന്താ? What is the wattless current? Wattless current is equal to IRMS sin phi. Wattless current എന്താണ്? വർക്ക്ഫുൾ കറണ്ടിന്റെ അല്ലെങ്കിൽ പവർ കറണ്ടിന്റെ ഇക്വേഷൻ എന്താണ്? IRMS cos phi. അപ്പോൾ വാട്ട്ലെസ് കറന്റ് അല്ലെങ്കിൽ വർക്ക്ലെസ് ഇനാക്റ്റീവ് റീജിയന്റെ എന്താണ്? ഇനാക്റ്റീവ് കറന്റിനെ പറയുന്ന പേരാണ് IRMS sin phi. Then IRMS sin phi കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? phi എത്രയെന്ന് അറിയണം അല്ലേ? Then phi കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് we know that the average power എന്താണ്? IRMS VRMS cos phi. ആവറേജ് പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ cos phi എന്ന് പറയുന്നത് പവർ ഫാക്ടറിനെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? പവർ ഡിവൈഡഡ് ബൈ ആവറേജ് വെർച്വൽ പവർ അല്ലെങ്കിൽ RMS പവർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. cos phi നമുക്ക് കിട്ടും. then cos phi equal to 3/4. cos phi കിട്ടിക്കഴിഞ്ഞാൽ which is equal to sin phi ഒരു ട്രയാങ്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതല്ല എങ്കിൽ cos phi അറിയാമെങ്കിൽ sin phi നമുക്ക് എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് 1 മൈനസ് cos square phi എന്ന് ചെയ്യാം. sin square phi plus cos square phi is equal to 1. അതല്ലെങ്കിൽ ട്രയാങ്കിൾ വരച്ച് നോക്കാം. from that we get the sin phi then IRMS sin phi then which is the answer is 5 root 7 divided by 2 ampere. Clear അല്ലേ? എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. And the next question, here a coil means inductance L. Coil has power factor of 0.866 at 60 Hz. 60 Hz ആവുന്ന 60 Hz ആവുന്ന സമയത്ത് നമുക്ക് പവർ ഫാക്ടർ എത്രയാണ്? R by Z is equal to 0.866 where R is equal to 0.866 Z. From that Z is equal to root of R square plus XL. XC വേണോ? വേണ്ട. Here only the coil is here, then XL is only XL. R square plus XL the whole square, then XL omega L is equal to 0.5 Z എന്ന് കിട്ടും. From that if the frequency 3 times ആക്കി 60 നിന്ന് 180 ആക്കി ഫ്രീക്വൻസി 3 ടൈംസ് ആക്കി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വേരി ചെയ്യോ? Resistance is independent of frequency but the inductive reactance is get 3 times. Then 3 times the XL. What is the value? 1.5 Z. Then new Z dash, new impedance is equal to 0.866 Z square plus 1.5 Z the whole square. From that it is equal to 1.73 Z. Then cos phi പുതിയ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? R by Z dash. R വേരി ചെയ്യോ? R remains constant. ഫ്രീക്വൻസി വേരി ചെയ്താലും റെസിസ്റ്റൻസ് വേരി ചെയ്യില്ല. റെസിസ്റ്റൻസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്രീക്വൻസി ആണ്. എന്താണ്? XL is directly proportional to frequency ആണ്. From that we get the 1/2. Is it clear? Okay അല്ലേ? Okay then നമ്മളിപ്പോൾ എന്ത് പഠിച്ചു? സീരീസ് LCR സർക്യൂട്ട് പഠിച്ചു അല്ലേ? സീരീസ് ആയിട്ട് കപ്പാസിറ്റർ റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവ് എങ്ങനെയാണ് വരാമെന്ന് പഠിച്ചു. Then we are going to discuss about parallel LCR circuit. അല്ലേ? പാരലൽ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് പ്രത്യേകത? പൊട്ടൻഷ്യൽ റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. Then L, C and R മൂന്നും കൂടിയും എങ്ങനെ കണക്ട് ചെയ്തു?
കണക്റ്റഡ് ടു പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു AC DC അല്ല AC കണക്ട് ചെയ്തു. ഹിയർ അഗെയിൻ V. ഓക്കെ അല്ലേ? ഇൻഡക്റ്റൻസ് L, കപ്പാസിറ്റൻസ് C ആൻഡ് റെസിസ്റ്റൻസ് R. നമുക്കറിയാം ഇതിലൂടെ പോകുന്ന കറണ്ട് സപ്പോസ് I ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? കറണ്ട് കോൺസ്റ്റൻ്റ് അല്ല, കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. ഹിയർ ഇസ് ദ IL and IC and IR. And we know that here net I at any instant I is equal to series ആകുമ്പോൾ at any instant V equal to V1 VL plus VC plus VR ആണെങ്കിൽ here the at any instant I is equal to IL plus IC plus IR. ഓക്കെ അല്ലേ? നമുക്കതിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. നമ്മൾ സീരീസ് ആവുന്ന സമയത്തും ഫേസർ ഡയഗ്രാം വരച്ചു, അത് പൊട്ടൻഷ്യലിനായിരുന്നു. ഇവിടെ നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോകുന്നത് എന്തിൻ്റെയാണ്? ഇൻഡക്ടറിൻ്റെയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫേസർ ഡയഗ്രാം വരച്ചു, കറണ്ടിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാം. ഹിയർ ദ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു. ദെൻ നമുക്ക് കറണ്ടാണ് വരയ്ക്കുന്നത്. അവിടെ നമ്മൾ എന്തായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്? കറണ്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് പൊട്ടൻഷ്യലിനെയാണോ വരച്ചിട്ടുണ്ടായിരുന്നത്? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കാം. അപ്പോൾ ഇതേ ഇൻ ഫേസിലായിരിക്കും വി റിമൈൻസ് കോൺസ്റ്റൻ്റ് IRും Vയും ഇൻ ഫേസിലായിരിക്കും. ദെൻ ഇൻഡക്ടറിലോ കറണ്ട് ലാഗ് ചെയ്യും. ഹിയർ കറണ്ട് ലാഗ് ചെയ്യും, IL ലാഗ് ചെയ്യും ആൻഡ് IC ലീഡ് ചെയ്യും. സപ്പോസ് ഞാൻ ഇവിടെ എടുത്തു IC ലെസ് ദാൻ IL ആണ് കേട്ടോ. IC ലെസ് ദാൻ IL ആണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഫേസർ ഡയഗ്രാം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം? വെക്റ്റർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ വെക്റ്റർ പ്രോഡക്റ്റ് എടുക്കാം. നെറ്റ് I is equal to IL പ്ലസ് IC പ്ലസ് IR എന്ന വെക്റ്റർ ഫോമാണ്. അപ്പോൾ നമുക്ക് എന്തിനു കൊടുക്കാം? വെക്റ്റർ നൊട്ടേഷൻ. IC പ്ലസ് IL ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? ജസ്റ്റ് മൈനസ് ചെയ്യാം. എന്തായിരിക്കും? IL മൈനസ് IC. IL ആണ് ഗ്രേറ്റർ, IC ആണ് ഗ്രേറ്റർ എങ്കിൽ മുകളിലോട്ടായിരിക്കും കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് ദ IL മൈനസ് IC. ആൻഡ് അക്കോർഡിംഗ് ടു പാരലോഗ്രാം ലോ നമുക്ക് റിസൾട്ടൻ്റ് കിട്ടും. ഏതാ ഡയറക്ഷൻ? ഇങ്ങോട്ട് I. ഓക്കെ അല്ലേ? I. ഫ്രം ദിസ് ഇക്വേഷൻ വി ഗെറ്റ് ദ I വാല്യൂ. I എന്തായിട്ട് കിട്ടും? നമുക്ക് ഐയുടെ വാല്യൂ നോക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I? I is equal to root of ആംഗിൾ. ഇവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. ദെൻ I is equal to എന്താ കിട്ടും? IR സ്ക്വയർ പ്ലസ് IL മൈനസ് IC ദ ഹോൾ സ്ക്വയർ പ്ലസ് IR ഇൻറ്റു എത്ര കിട്ടും? പ്ലസ് വേണമെങ്കിൽ എഴുതാം. പ്ലസ് 2 ഇൻറ്റു IR ഇൻറ്റു IL മൈനസ് IC ദ കോസ് 90. കോസ് 90 ടേം എന്തായിരിക്കും? 0 ആയിട്ട് പോകും. ദെൻ നെറ്റ് കറണ്ട് I is equal to root of IR സ്ക്വയർ പ്ലസ് IL മൈനസ് IC ദ ഹോൾ സ്ക്വയർ. ദെൻ IRും ILും IC ഒക്കെ എന്താണെന്ന് നമുക്കറിയാം. ദെൻ I is equal to IR എന്താണ്? V ഇൻറ്റു V റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണ്. V ഇൻറ്റു IR is equal to V ഡിവൈഡഡ് ബൈ R ദ ഹോൾ സ്ക്വയർ പ്ലസ് IL എന്താണ്? V ഡിവൈഡഡ് ബൈ XL മൈനസ് V ഡിവൈഡഡ് ബൈ XC ദ ഹോൾ സ്ക്വയർ. V റിമൈൻസ് കോൺസ്റ്റൻ്റ് ആണ്, നമുക്ക് പുറത്തെടുക്കാം. ദെൻ I is equal to V ഇൻറ്റു റൂട്ട് ഓഫ് എന്ത് കിട്ടും? 1 ബൈ R സ്ക്വയർ പ്ലസ് 1 by XL minus 1 by XC the whole square. Okay, then this from this equation we got എന്ത് കിട്ടാൻ നമുക്ക് നോക്കിയേ? I by V. I divided by V. I by V എന്താ? I by V is equal to 1 by Z. V by I എന്തായിരിക്കും നമുക്ക്? Z അല്ല. V is equal to I into Z. Then 1 by Z is equal to root of എന്ത് കിട്ടി? 1 by R the whole square plus 1 by XL minus 1 by XC the whole square. Then reciprocal of resistance. Reciprocal of resistance നെ നിങ്ങൾ എന്താ പറയാ? റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെ കണ്ടക്റ്റൻസ്. അതേപോലെ തന്നെ നമുക്ക് എന്തിൻ്റെ റെസിപ്രോക്കലിനെ പറയാം? റെസിപ്രോക്കൽ ഓഫ്
ഇൻഡക്റ്റൻസിന്റെ റെസിപ്രോക്കലിനെ അല്ലെങ്കിൽ കപ്പാസിറ്റൻസിന്റെ റെസിപ്രോക്കൽ, കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്, അതിൻ്റെയൊക്കെ റെസിപ്രോക്കലിനെ നമ്മൾ സസെപ്റ്റൻസ് എന്ന് പറയും. എന്ത് പറയും? സസെപ്റ്റൻസ്. ആൻഡ് ഇംപിഡൻസിന്റെ റെസിപ്രോക്കലിനെ ഇസഡ് ഇംപിഡൻസ് ആണ് 1/Zനെ ഞാൻ എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്തു? Y ഈസ് നോൺ ആസ് അഡ്മിറ്റൻസ്. എന്താ പറയാ? അഡ്മിറ്റൻസ്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് അല്ല, റെസിപ്രോക്കൽ ഓഫ് ഇംപിഡൻസ് ഈസ് നോൺ ആസ് അഡ്മിറ്റൻസ്. ആൻഡ് 1/R അതെന്താ പറയാ? G കൊണ്ട് റെപ്രസെന്റ് ഇസ് എ കണ്ടക്ടൻസ്. അത് നമുക്കറിയാവുന്നതാണ്, കണ്ടക്ടൻസ്. ആൻഡ് 1/XL അതിനെ നമ്മൾ എന്ത് പറയും? 1/XLനെ സസെപ്റ്റൻസ്. സസെപ്റ്റൻസ് എന്തിനെ? ഇൻഡക്റ്റീവ് സസെപ്റ്റൻസ്. ഇൻഡക്റ്റീവ് സസെപ്റ്റൻസ്. ആൻഡ് 1/XCയെ നമ്മൾ എന്ത് പറയും? SC is equal to capacitive susceptance. ഓക്കെ അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടി. ഒരു ഇക്വേഷൻ കിട്ടും. എന്താ ഇക്വേഷൻ കിട്ടുന്നുണ്ടായിരുന്ന? What is the equation? നമുക്ക് ഇംപിഡൻസിന് ഒരു ഇക്വേഷൻ പോലെ തന്നെ ഇവിടെ അഡ്മിറ്റൻസിന് ഒരു ഇക്വേഷൻ കിട്ടും. Y is equal to root of 1/R G square plus SC minus അല്ലെങ്കിൽ SL minus SC the whole square. SC minus SL the whole square. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇംപിഡൻസിൽ നിന്ന് ഇംപിഡൻസ് ട്രയാങ്കിൾ കിട്ടിയപ്പോൾ തന്നെ ഇവിടെ അഡ്മിറ്റൻസ് ട്രയാങ്കിൾ കിട്ടും. ഹിയർ ദ അഡ്മിറ്റൻസ് ട്രയാങ്കിൾ, ഹിയർ ദ phi angle phi is equal to SC minus SL. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ഹിയർ Y അഡ്മിറ്റൻസ്. അഡ്മിറ്റൻസ് ഇസ് ദ ഹൈപ്പോട്ന്യൂസ് ആൻഡ് G ഇസ് ദ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ അല്ലേ? അതിൽ നിന്ന് നമുക്ക് tan phi-ക്ക് ഒരു ഇക്വേഷൻ കിട്ടി. വാട്ട് ഈസ് ദ tan phi? എന്തിനാ tan phi എന്ന് പറയാ? എത്ര ആംഗിൾ ആണ് ഫേസ് ഡിഫറൻസ്, ഇനീഷ്യൽ ഫേസ് ഡിഫറൻസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? phi കിട്ടണം അല്ലേ? ആൻഡ് ദ tan phi ഈക്വൽ ടു tan phi is equal to എത്രയായിരിക്കും? SC minus SL divided by G. Magnitude of SC minus SL divided by G. ഇവിടെ നമുക്ക് കണ്ടീഷൻ ആണ് phi പോസിറ്റീവ് ആകാം, phi നെഗറ്റീവ് ആകാം. സപ്പോസ് വി ടേക്ക് ദെൻ V is equal to V0 sin omega t ആണെങ്കിൽ can be taken as I is equal to I0 sin omega t plus phi. Where I0 is equal to എന്താണ്? I0 is equal to V0 divided by Z is equal to V0 into Y. 1/Z is known as admittance. From this equation, admittance Y is equal to root of G square plus SC minus SL the whole square. Clear ആണല്ലോ? പാരലൽ ആണെങ്കിൽ നമുക്ക് സീരീസിൻ്റെ പോലെ തന്നെ പാരലൽ ആകുമ്പോഴും നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സപ്പോസ് ഇവിടെ കറണ്ട് ലീഡ് ചെയ്തു എങ്കിൽ നമ്മൾ എന്ത് പറയും? കറണ്ട് ലീഡ് ചെയ്യുകയാണെങ്കിൽ സെയിം മുന്നത്തെ പോലെ തന്നെ കപ്പാസിറ്റീവ് ആണ്. കറണ്ട് ലാഗ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് ആണ്. ക്ലിയർ തന്നെയാണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇതിനെയാണ് നമ്മൾ പറയാം പാരലൽ LCR സർക്യൂട്ട്. ഓക്കെ, നമുക്ക് LCR സീരീസും പാരലലും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. LCR സീരീസിൽ സർക്യൂട്ട് വരയ്ക്കുന്നത് എങ്ങനെയായിരിക്കും? LCR they are in series and LCR parallel ആകുമ്പോൾ they are parallel ആയിട്ട് കണക്ട് ചെയ്തു. സീരീസ് ആകുമ്പോൾ കറണ്ട് റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. കറണ്ട് ത്രൂ ഇൻഡക്ടർ എന്ന് പറയുന്നു, കറണ്ട് ത്രൂ ഇൻഡക്ടർ എന്ന് പറയുന്നു, കറണ്ട് ത്രൂ കപ്പാസിറ്റർ എന്ന് പറയുന്നു, കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ എന്ന് പറയുന്നത് എന്തുതന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് പാരലൽ സർക്യൂട്ട് പൊട്ടൻഷ്യൽ അക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു, പൊട്ടൻഷ്യൽ അക്രോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നു, പൊട്ടൻഷ്യൽ അക്രോസ് ഇൻഡക്ടർ എന്ന് പറയുന്നു എന്തായിരിക്കും? സെയിം ആയിരിക്കും. Then we can draw the phasor diagram. Here I remains constant ആയതുകൊണ്ട് V യുടെ ആണ് phasor വരയ്ക്കുന്നത്. I constant ആക്കി. Then ഇൻഡക്ടർ സർക്യൂട്ടിൽ എന്ത് ചെയ്യും? π/2 ലീഡ് ചെയ്യും. പൊട്ടൻഷ്യൽ π/2 ലീഡ് ചെയ്യും. കപ്പാസിറ്റർ പൊട്ടൻഷ്യൽ π/2 ലാഗ് ചെയ്യും. ആൻഡ് ഇൻ ദ കേസ് ഓഫ് പാരലൽ സർക്യൂട്ട് V കോൺസ്റ്റന്റ് ആണ്. ഐയുടെ ഗ്രാഫ് വരച്ചു. ഹിയർ ദ കപ്പാസിറ്റർ ആണ് നമ്മൾ ഇവിടെ എടുക്കുക. കാരണം എന്താണ്? കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും.
ആൻഡ് ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യും. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ വി ഗെറ്റ് ഇഫ് വി ആർ ഗ്രേറ്റർ ദാൻ വി സി ആണ് എങ്കിൽ ഫൈ മുകളിലോട്ടായിരിക്കും, ദെൻ കറണ്ട് ലാഗ് ചെയ്യും. ഹിയർ ഫൈ ക്യാൻ ബി ടേക്കൺ ആസ് നെഗറ്റീവ്. പൊട്ടൻഷ്യൽ ലീഡ് ചെയ്യും, കറണ്ട് ലാഗ് ചെയ്യും. ഹിയർ പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും, കറണ്ട് ലീഡ് ചെയ്യും. ദെൻ ഹിയർ വി എൽ ഗ്രേറ്റർ ദാൻ വി സി, വി എൽ ഗ്രേറ്റർ ദാൻ വി സി എന്ന് പറയുമ്പോൾ ഹിയർ ഇൻഡക്റ്റീവ് ആണ് അല്ലേ? ഈ സർക്യൂട്ട് എന്തായിരിക്കും? ഇൻഡക്റ്റീവ്. ഇൻഡക്റ്റീവ് മീൻസ് കറണ്ട് ലാഗ് ചെയ്യും. ഹിയർ ഇറ്റ് ഈസ് കപ്പാസിറ്റീവ് ആണ്, ദെൻ കപ്പാസിറ്റീവ് മീൻസ് കറണ്ട് ലീഡ് ചെയ്യും. കറണ്ട് ലീഡ് ചെയ്യും, പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും. ഓക്കെ അല്ലേ? ഹിയർ ആൾസോ ഐ എൽ ഗ്രേറ്റർ ദാൻ ഐ സി, ഐ സി ഗ്രേറ്റർ ദാൻ ഐ എൽ. ഐ സി ഗ്രേറ്റർ ദാൻ ഐ എൽ ആണെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും. കറണ്ട് ലീഡ് ചെയ്തു, പൊട്ടൻഷ്യൽ ലാഗ് ചെയ്തു. ഇറ്റ്സ് എ കപ്പാസിറ്റീവ്. ആൻഡ് ഐ സി ലെസ് ദാൻ ഐ എൽ, ഇൻഡക്റ്റീവ് ആണ് സർക്യൂട്ട്. ഇൻഡക്റ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? കറണ്ട് ലാഗ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ, here both cases the potential, here the potential, here the current. The potential equal to at any instant root of VR square plus XL minus XC or VL minus VC the whole square, and the impedance is equal to root of R square plus XL minus XC the whole square. From this equation tan phi is equal to XL minus XC divided by R, which is equal to I കൊണ്ട് മുകളിൽ ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? VL minus VC divided by VR. ക്ലിയർ ആണല്ലോ? ആൻഡ് here is a impedance triangle. Impedance triangle important ആണ്. From impedance triangle tan phi ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ ഫാക്ടർ കിട്ടും. Here so it is known as admittance triangle. കറണ്ട് ആണെങ്കിൽ കറണ്ടിനെ ആണ് കോൺസ്റ്റന്റ് ചെയ്തത്. is known as admittance. It is SL SC are the susceptance and G is the conductance. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ എൽ സി ആർ സീരീസ് ആവുന്ന സമയത്തും എൽ സി ആർ പാരലൽ ആവുന്ന സമയത്തും സർക്യൂട്ടുകൾ കണ്ടു. ഇനി എൽ സി ആർ സീരീസ് ആവുമ്പോൾ സർക്യൂട്ടും ഇക്വേഷനും ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്തത്? അതിൻ്റെ എഫക്റ്റീവായിട്ട് നമ്മളൊരു റെസോണൻസ് കണ്ടീഷൻ പഠിച്ചു. റെസോണൻസ് ആകുമ്പോൾ XL ഈക്വൽ ടു XC ആയിരുന്നു. അപ്പോൾ കറണ്ട് മാക്സിമം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് പാരലൽ സർക്യൂട്ട് വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് റെസോണൻസ്? പാരലൽ റെസോണൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക നോക്കാം. ദെൻ പാരലൽ റെസോണൻസ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? Here the parallel resonance കറണ്ടും ഒന്ന് കളർ മാറ്റാം. ദെൻ പാരലൽ റെസോണൻസിൽ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? റെസോണൻസിൻ്റെ കണ്ടീഷൻ എഗെയിൻ സെയിം തന്നെയാണ്. XL ഈക്വൽ ടു XC. XL ഈക്വൽ ടു XC മീൻസ് SL സസെപ്റ്റൻസ്. SL ഈക്വൽ ടു SC. SL ഈക്വൽ ടു SC ആവുമ്പോൾ അഡ്മിറ്റൻസ് Y is equal to root of Y equal to root of G square plus SC minus SL whole square. Then it is equal to Y എന്തായിരിക്കും? മിനിമ. അഡ്മിറ്റൻസ് മിനിമ ആയിരിക്കും. Y മിനിമ is equal to G. Y മിനിമ means Y is equal to 1 by Z ആണ്. 1 by Z is equal to 1 by R. Again Z എന്തായിരിക്കും? അപ്പോൾ മാക്സിമ. അഡ്മിറ്റൻസ് മിനിമയാണെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എംപിഡൻസ് മാക്സിമം ആയിരിക്കും വിച്ച് ഇസ് R. അപ്പോൾ സീരീസ് സർക്യൂട്ട് ആവുമ്പോൾ സീരീസ് ആവുന്ന സമയത്ത് അറ്റ് റെസോണൻസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എംപിഡൻസ് മിനിമയായിരുന്നു. ബട്ട് ഇൻ ദ പാരലൽ സർക്യൂട്ട് ഇറ്റ് വിൽ ഗെറ്റ് മാക്സിമ ആവണം എങ്കിൽ കറണ്ട് ആയിരിക്കും എന്തായിരിക്കും? കറണ്ട് വിൽ ബി Z മാക്സിമ ആണെങ്കിൽ കറണ്ട് വിൽ ബി എന്തായിരിക്കും? കറണ്ട് മിനിമ ആയിരിക്കും വിച്ച് ഇസ് ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ കറണ്ട് മിനിമയായിരിക്കും. കറണ്ട് റെസോണൻസിൽ കറണ്ട് എന്തായിരിക്കും? മിനിമയായിരിക്കും. റെസോണൻസിൽ ഇതിൻ്റെ മുന്നേ റെസോണൻസിൽ എന്തായിരുന്നു? കറണ്ട് മാക്സിമയാണെങ്കിൽ ഹിയർ ദ കറണ്ട് ഈസ് മിനിമ. ബാക്കി എല്ലാ ഇക്വേഷൻസും സെയിം തന്നെയാണ്. XL ഈക്വൽ ടു XC ആയതുകൊണ്ട് തന്നെ ഒമേഗ ഈക്വൽ ടു 1 ബൈ റൂട്ട് LC തന്നെയാണ്. ഞാൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1 ബൈ 2 pi root LC. Both all other equations are same, but here the graph is just different. Graph എങ്ങനെ കിട്ടും നോക്കാം. എങ്ങനെയാ ഗ്രാഫ് കിട്ടുക? ഇവിടെ ഗ്രാഫ് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഇവിടെ കറണ്ട് അതായത് ഒമേഗ 0 കറണ്ട് മിനിമയാണ്. I ഈക്വൽ ടു V0 ഡിവൈഡഡ് ബൈ R. V0 ഡിവൈഡഡ് ബൈ ഹിയർ റെസിസ്റ്റൻസ് വരുമ്പോൾ പ്യുവർ റെസിസ്റ്റൻസ് തന്നെയായിരിക്കും. ഫേസ് ഡിഫറൻസ് 0 തന്നെ ആയിരിക്കും. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെ തന്നെ ആക്ട് ചെയ്യും. പക്ഷേ ഒരേ ഒരു വ്യത്യാസം മാത്രം, കറണ്ട് അതായത്
അറ്റ് റെസൊണൻസ് കറണ്ട് മിനിമ ആയിരിക്കും, മാക്സിമം അല്ല, കറണ്ട് മിനിമം ആയിരിക്കും. പാരലൽ സർക്യൂട്ടിനെ കുറിച്ച് കൂടുതലൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഇത്രയും കാര്യം അറിഞ്ഞിരിക്കണം. അവിടെ കണ്ടുപിടിക്കേണ്ടത് അഡ്മിറ്റൻസ് ആണ്, ഇംപിഡൻസ് അല്ല, അഡ്മിറ്റൻസ് ആണ്. പാരലൽ ആവുന്ന സമയത്ത് നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് അവിടെ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആക്കി എന്നിട്ട് കറണ്ട് ആണ് വരയ്ക്കുന്നത്. ദെൻ അറ്റ് ദ റെസൊണന്റ് കേസ് കറണ്ട് മാക്സിമം അല്ല, കറണ്ട് എന്തായിരിക്കും, മിനിമ ആയിരിക്കും. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇവിടെയും സീരീസ് ആവുന്ന സമയത്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, ഫ്രീക്വൻസി വേഴ്സസ് ഇംപിഡൻസ് ഗ്രാഫ് അല്ലെ. ഫ്രീക്വൻസി വേഴ്സസ് ഇംപിഡൻസ് ഗ്രാഫ് എവിടെ എന്തായിരുന്നു, ഫ്രീക്വൻസി വേഴ്സസ് ഇംപിഡൻസ് ഗ്രാഫ് എന്തായിരുന്നു, റെസിസ്റ്റൻസ് കുറഞ്ഞ് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെയായിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എങ്ങനെയായിരിക്കും ഗ്രാഫ് എന്ന് നോക്കാം. ഹിയർ ദ ഗ്രാഫ് ഫ്രീക്വൻസി വേഴ്സസ് ഇംപിഡൻസ് ഗ്രാഫ്, ഫ്രീക്വൻസി വേഴ്സസ് ഇംപിഡൻസ് ഗ്രാഫ്. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കാം. 1/z is equal to root of 1/r the whole square plus 1/xl minus 1/xc the whole square. Here frequency increases, frequency കൂടുമ്പോൾ എന്ത് കൂടും, xl കൂടും and xc decreases. xc decreases എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ xl കൂടും. xl കൂടുമെന്ന് പറഞ്ഞാൽ sl കുറയും ആൻഡ് sc ഇൻക്രീസിങ്. ഓക്കെ അല്ലേ. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇവിടെ 1/z എന്ന് പറയുമ്പോൾ ഇവിടെ വരയ്ക്കുന്നത് എന്താണ്, അഡ്മിറ്റൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് അത് ഇൻഡക്റ്റീവ് സർക്യൂട്ട്. അപ്പം ന്യൂ ലെസ് ദാൻ ന്യൂ സീറോ ആവുന്ന സമയത്ത് അത് കപ്പാസിറ്റീവ് ആയിട്ടല്ല വർക്ക് ചെയ്യുക, എന്താണ് വർക്ക് ചെയ്യുക, ഹിയർ SL ഗ്രേറ്റർ ദാൻ SC ആൻഡ് എന്തായിട്ട് വർക്ക് ചെയ്യും, അത് ഇൻഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യും, ഇൻഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ആൻഡ് ന്യൂ ഈക്വൽ ടു ന്യൂ സീറോയില് SL ഈക്വൽ ടു SC തന്നെ. അപ്പോൾ എന്തിനായിട്ട് വർക്ക് ചെയ്യും, റെസിസ്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ആൻഡ് ആ സമയത്ത് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. എന്ത് പറയുന്നത്, ഇംപിഡൻസ് മാക്സിമം ആയിരിക്കും. ആൻഡ് ന്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ ആണെങ്കിൽ എന്തായിരിക്കും, SL ലെസ് ദാൻ SC കപ്പാസിറ്റീവ് ആയിരിക്കും. എന്തായിട്ട് വർക്ക് ചെയ്യും, കപ്പാസിറ്റീവായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും, ഇനീഷ്യലി ഇംപിഡൻസ് കുറവായിരിക്കും, അത് കൂടി 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 വന്ന് മാക്സിമം ആവും, വീണ്ടും അത് കുറയും. സോ ഒമേഗ 0 വേഴ്സസ് Z. ക്ലിയർ ആണല്ലോ, ഈസി അല്ലേ. അപ്പോൾ ജസ്റ്റ് ഈ ഗ്രാഫ് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, നമുക്ക് പാരലൽ സർക്യൂട്ട് വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഹിയർ ദ ഫൈൻഡ് ദ ഇംപിഡൻസ്. ഇത് പാരലൽ സർക്യൂട്ടിൽ എന്തൊക്കെയുണ്ട്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്റർ ഉണ്ട്. ഇതിൻ്റെ ഇംപിഡൻസ് കണ്ടുപിടിക്കണം. വാട്ട് ഇസ് ദ ഇംപിഡൻസിൻ്റെ ഇക്വേഷൻ, അഡ്മിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, y is equal to root of g square plus SC minus SL the whole square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. g എത്രയാണ്, 1/r. 1/r is equal to 1/3 the whole square plus SC equal to 1/6 minus SL 1/3 the whole square. Substitute ചെയ്തോക്കെ, 1/3 the whole square 1/9 plus 1/6 minus 1/3, 3 minus 6 minus 3 divided by 18 the whole square 6. Then 1/6. Then what is the value, root of 1/9 plus 1/36. 1/36 is equal to 1/z. 1/z is equal to root of 1/9 plus 1/36, which is equal to 36 നമുക്ക് കോമൺ ആക്കി എടുക്കാം. Then 4 plus 1 5. Root of 5 divided by 36. Then z is equal to, then the value of z is equal to root of 36 divided by 5. Root of 36 divided by 5 is equal to 6 divided by root 5 ohm. 6 divided by root 5 ohm. Okay. And the next question, here the given the resistance
ഇവിടെ റെസിസ്റ്റൻസും ഇൻഡക്ടറും സീരീസ്, അഗെയിൻ റെസിസ്റ്റൻസും കപ്പാസിറ്ററും അഗെയിൻ സീരീസ് ആണ്. ഹിയർ അതർ ടു റെസിസ്റ്റേഴ്സ് ആർ അഗെയിൻ സീരീസ് വിത്ത് ദാറ്റ്. ഹിയർ ഫൈൻഡ് ദ എഫക്റ്റീവ് ഇംപിഡൻസ്. എഫക്റ്റീവ് ഇംപിഡൻസ് തന്നെ കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് വെൻ XE ഈക്വൽ ടു XL ഈക്വൽ ടു R ഓം. തന്നെ കണ്ടീഷൻ തന്നിട്ടുണ്ട്, XE ഈക്വൽ ടു XL ഈക്വൽ ടു R ഓം. അപ്പോൾ എല്ലാത്തിൻ്റെയും റെസിസ്റ്റൻസ് സെയിം ആണ്. അതായത് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന ഓപ്പോസിഷനും കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന ഓപ്പോസിഷനും ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന ഓപ്പോസിഷനും സെയിം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു R ഓം. ദെൻ ഫൈൻഡ് ദ എഫക്റ്റീവ്. നമുക്ക് പെട്ടെന്ന് ഇതും R എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് R1 + R2 എഴുതാനുള്ള ഒരു ടെൻഡൻസി വരും. അങ്ങനെ എഴുതാവോ? അങ്ങനെ എഴുതാൻ പറ്റില്ല. ഒന്ന് ഇൻഡക്ടറും ഒന്ന് റെസിസ്റ്ററുമാണ്. റെസിസ്റ്ററും ഇൻഡക്ടറും സീരീസ് ആണെങ്കിൽ എഫക്റ്റീവ് എത്രയായിരിക്കും? അപ്പോൾ ഓരോന്നിൻ്റെയും എഫക്റ്റീവ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? R. ഹിയർ ദ Z1, ഞാനതിനെ Z1 എന്നിട്ടു. ഹിയർ അഗെയിൻ Z2, രണ്ടാമത്തെ Z ഉണ്ട്. ദെൻ Z2 അഗെയിൻ വേറെ റെസിസ്റ്റർ ഉണ്ട് R. ഇതാണ് അതിൻ്റെ ഇഫക്റ്റീവ് വരിക. അപ്പോൾ Z1 എത്രയാണെന്ന് നോക്കാം. Z1 is equal to root of R square plus XL square. This is equal to root of R square plus R square is equal to root 2 times R. ക്ലിയർ ആണോ? ഒരു വശം കൂടിയും പറയാം. ഇവിടെ ആറും എല്ലും സീരീസ് ആണ്. ആറും എല്ലും സീരീസ് ആണെങ്കിൽ എങ്ങനെ എടുക്കുക? ഇഫക്റ്റീവ് ഇംപിഡൻസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL സ്ക്വയർ അല്ലേ? വെറുതെ R1 + R2 എന്ന് എടുക്കാൻ പറ്റുമോ? R1 + R2 എന്ന് എടുക്കണമെങ്കിൽ അത് ഫുള്ളും റെസിസ്റ്റർ ആയിരിക്കും. ഇവിടെ റെസിസ്റ്റർ ആണോ? അല്ല. ദെൻ ഇസ് ദ ഇൻഡക്ടർ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് R സ്ക്വയർ റൂട്ട് 2R. സിമിലർലി Z2 ഈക്വൽ ടു റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XC സ്ക്വയർ. XLും XCയും സെയിം തന്നെയാണ്, R തന്നെയാണ്. റൂട്ട് ഓഫ് അഗെയിൻ R സ്ക്വയർ പ്ലസ് R സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2R. അപ്പോൾ നമുക്ക് Z1 എത്ര കിട്ടി? റൂട്ട് 2R. Z2 എത്ര കിട്ടി? റൂട്ട് 2R. ഓക്കെ അല്ലേ? അപ്പോൾ റൂട്ട് 2R എന്ന് കിട്ടി. ഇത്രയും മതിയോ നമുക്ക്? പോരാ. നമുക്ക് ഇനി നമുക്ക് വിചാരിക്കും രണ്ടും പാരലൽ അല്ലേ, റെസിസ്റ്റൻസ് ആണോ എന്ന് പേര്. ഇത് രണ്ടും റെസിസ്റ്റൻസ് ആണോ? ഇറ്റ്സ് നോട്ട് റെസിസ്റ്റൻസ്, ഇറ്റ്സ് ആൻ ഇംപിഡൻസ്. റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? 1/R1 + 1/R2. ഇവിടെ 1/R1 + 1/R2 ആണോ ചെയ്യുക? അല്ല. ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? അഡ്മിറ്റൻസ് ആണ് ചെയ്യുക. ദെൻ ഹിയർ ദ ഇഫക്റ്റീവ് ഇംപിഡൻസ് 1/Z3 എന്നെടുത്തു. ഇത് രണ്ടിൻ്റെയും കൂടി കോമൺ ആയിട്ടുള്ളത് എന്നെടുത്തു. Z3 ഈക്വൽ ടു റൂട്ട് ഓഫ് 1/Z1 സ്ക്വയർ plus 1/Z2 the whole square. Clear ആണോ? Then 1/Z1 square എത്രയാണ്? Root of 1/√2R the whole square plus 1/√2R the whole square. Then 2R square plus 2R square, 1/2R square plus 1/2R square is equal to root of 1/R square. Then 1/Z3 is equal to 1/R square. Then root of 1/R square is equal to 1/R. Then Z3 equal to 3. From that Z3 equal to again value കിട്ടി Z3 equal to R. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റീവ് ഒന്നുകൂടി നമുക്ക് വരയ്ക്കാം. R Z3 R. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പം മൂന്നെണ്ണം എങ്ങനെയാണ് ഇരിക്കുന്നത്? ദീസ് ആർ 3 in സീരീസ്. ഇത് മൂന്നും എങ്ങനെയാണ് ഇരിക്കുന്നത്? സീരീസ് ആണ്. R പ്ലസ് ഇത് ആറാണ്. Z3 എത്രയാണ്? ആറാണ്. എഗെയിൻ ആറ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഓടിക്കേറിയിട്ട് എങ്ങനെ ചെയ്യരുത്? എങ്ങനെ ചെയ്യാൻ പാടില്ല? ചാടിക്കേറിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിന് മൊത്തത്തിൽ എടുക്കുന്ന സമയത്ത് ഇത് രണ്ടും സീരീസ് ആണ്. R1 + R2 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇത് രണ്ടും സീരീസ് ആണ്. R1 + R2 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. അവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇംപിഡൻസ് കണ്ടുപിടിക്കണം. ഇത് രണ്ടും പാരലൽ ആണ്. റെസിസ്റ്റൻസ് ആണോ പാരലൽ? റെസിസ്റ്റൻസ് അല്ല, പാരലൽ. അപ്പോൾ അവിടെ എന്തെടുക്കണം? എഫക്റ്റീവ് ഇംപിഡൻസ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് LC ഓസിലേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം.
LC oscillator. Clear അല്ലേ? Okay, thank you.